രാഹുൽ മാങ്കുടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസിൽ രണ്ട് തട്ടായിരിക്കുകയാണ്. സാങ്കേതികത്വം പറഞ്ഞുള്ള സംരക്ഷണം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. പരാതിയും കേസുമില്ലാതെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് മറുവിഭാഗവും വാദിക്കുന്നുണ്ട്. നേരത്തെ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസും FIRും ഒക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിലും അവർ ആരും രാജിവെച്ചിട്ടില്ല. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സംഘടനാപരമായ നടപടിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ അതിൽ നിന്നുള്ള ഭിന്നാഭിപ്രായങ്ങളാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ രൂപപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചാറ്റുകളും മറ്റു ചില യുവതികളുടെ ശബ്ദരേഖകളും പുറത്തു വന്നിരുന്നു. ഇത് പാർട്ടിയെ ബാധിക്കുന്നു എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഭിന്നാഭിപ്രായം വന്നത്. രാഹുൽ രാജിവെച്ചതാണ്, സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ല എന്നും രാഹുലിനെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നും ദീപാദാസ് മുൻഷി പറഞ്ഞിരുന്നു. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണെന്നും പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുമ്പോൾ സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ കൂടി കാണണമെന്നും ദീപാദാസ് മുൻഷി കൂട്ടിച്ചേർത്തിരുന്നു. പാർട്ടി അന്വേഷണമില്ല, രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും പരാതി ഇല്ലാത്തതിനാൽ തന്നെ പാർട്ടി അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്നുമാണ് ദീപാദാസ് മുൻഷിയുടെ വാദം. എന്നാൽ അതേസമയം മുൻപ് ഒരു നേതാവിനെതിരെയും ഉയരാത്ത അപമാനകരമായ പീഡന തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. നാലാമത്തെ സ്ത്രീയാണ് തന്റെ ദുരനുഭവം വെള്ളിയാഴ്ചയും മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്നാൽ ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞ ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയമായി ദോഷം ചെയ്യും. ഒടുവിൽ MLA സ്ഥാനത്ത് തുടരട്ടെ എന്ന AICC തീരുമാനം വരുമ്പോഴും കൂടുതൽ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹം ഒന്നടങ്കം രാഹുലിന്റെ രാജി ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോഴും പരാതിയില്ലല്ലോ, മറ്റേയാൾ രാജിവെച്ചിരുന്നില്ലല്ലോ എന്ന പല്ലവി ആവർത്തിക്കുകയാണ് നേതൃത്വം. രാഹുലിന് എതിരായി ഉയർന്നതിന് സമാനമായ പരാതികളും തെളിവുകളും മറ്റാർക്കെതിരെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം നേതൃത്വം മനഃപൂർവ്വം മറയ്ക്കുന്നുമുണ്ട്. രാഹുലിനെതിരെ മാതൃകാ നടപടി എന്ന് വാദിക്കുന്നവർ 3 വർഷം മുൻപ് പ്രതിപക്ഷ നേതാവിന് കിട്ടിയ പരാതിയിൽ എന്തുകൊണ്ട് നടപടി എടുത്തിരുന്നില്ല എന്ന് മറുപടിയും നൽകണം.